നമ്മുടെ സെൽഫ് വർത്ത് എന്ന് പറയുന്നത് നമ്മളുടെ പ്രൊഡക്ടിവിറ്റിനെ റിലേറ്റഡ് ആക്കിയിട്ടാണ് സൊസൈറ്റി കാണുന്നത്, അല്ലേ? നമ്മളൊരു മോർ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആളാണെങ്കിൽ വി ആർ എ പേഴ്സൺ വിത്ത് മോർ സെൽഫ് വർത്തി. അപ്പം അത്തരം കുറേ ഡെഫിനീഷൻസ് അല്ലെങ്കിൽ ഒരു കുറേ ബിലീഫ്സ് നമ്മുടെ സൊസൈറ്റി ഒരാളുകളിലും എത്തിച്ചെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് തോന്നുകയാണ്, ഓക്കെ, ഞാൻ ഇന്ന കാര്യങ്ങൾ പ്രൊഡക്റ്റീവായിട്ട് ചെയ്തില്ലെങ്കിൽ ഐ കോൾ മൈ സെൽഫ് ലേസി പേഴ്സൺ. അതുപോലെ തന്നെ വേറൊരു ഒന്നാണ് നമ്മളൊരു സെൽഫ് ട്രസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മളെപ്പോഴും ആ ഒരു കംഫർട്ട് സോണിൽ നമ്മൾ ആ സൊസൈറ്റി എക്സ്പെക്ട് ചെയ്യണ പോലെ തന്നെ നമ്മൾ ജീവിക്കണം, അല്ലെങ്കിൽ അതായത് നമ്മളെപ്പോഴും പുഷ് ഹാർഡ് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറയുന്നത്, മുന്നോട്ട് പുഷ് ചെയ്തേ നമ്മൾ ജീവിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് ജീവിക്കാൻ പറ്റുമോ എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ അത്തരം കുറേ ബിലീവ്സ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ട്രസ്റ്റ് എന്ന് പറയുന്ന സംഭവമല്ലേ, അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് കുറേ കാര്യങ്ങൾ. ഇപ്പോൾ നിനക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിനക്ക് കൂടുതൽ പുഷ് ഹാർഡ് ചെയ്യാൻ പറ്റും, നിനക്ക് കൂടുതൽ പ്രൊഡക്റ്റീവ് ആവാൻ പറ്റും, കൂടുതൽ അച്ചീവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ദർ ഈസ് എ റൈറ്റ് വേ ഓഫ് ബീയിങ് പ്രൊഡക്റ്റീവ്. അപ്പോൾ അത്തരം കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒരു മനുഷ്യനെ നെഗറ്റീവ്ലി എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയണത് ഇന്നത്തെ കാലത്ത്.